അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ എല്ലാ നന്മകളും ആസ്വദിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ ഒരു റമദാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നവരായിക്കൊണ്ട് അത് പിന്നീടുള്ള ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുന്നവരായിക്കൊണ്ട് നമുക്ക് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കാരുണ്യവാനായ റബ്ബിൻ്റെ സഹായം നമുക്കേവർക്കും ഉണ്ടാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ഒരു റമദാനിൽ ഖുർആനിനെ കുറിച്ച് കൂടുതലായി പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർവചനം, അതിൻ്റെ ശ്രേഷ്ഠത, ഈ ഒരു പഠനത്തിലൂടെ ലഭിക്കാവുന്ന പ്രതിഫലം, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. തജ്വീദാണ് നമ്മുടെ പഠന മേഖലയെങ്കിലും അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഖുർആനിൻ്റെ പൂർണ്ണമായ നിർവചനത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഖുർആനിനെ പൂർണ്ണമായി നിർവചിക്കണമെങ്കിൽ ഈ വിഷയത്തിൽ 6 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് അത്യാവശ്യമാണ്. അതായത്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതാണ് അതിൽ ഒന്നാമത്തേത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കിയതാണ്, അതാണ് രണ്ടാമത്തെ വിഷയം. ഇനി ഈ ഖുർആനിലെ വാക്കുകൾ അത്ഭുതകരമാണ്, ഇതാണ് ഇതിലെ മൂന്നാമത്തേത്. ഇതിൻ്റെ പാരായണം ഒരു ഇബാദത്താണ്, അതായത് ആരാധനയാണ്. പിന്നെ അടുത്ത വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അത് നമ്മളിലേക്ക് പകർത്തിയത് തവാത്തുർ വഴിയാണ് എന്നതിനെ കുറിച്ചാണ്. അവസാനമായി ഈ ഒരു ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതിനെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. അതായത്, മുസ്ഹഫുകളിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ്. ഇനി ഈ വിഷയങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. ഇതിൽ ഒന്നാമത്തെ വിഷയം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് നമ്മൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. കാരണം മറ്റൊരു ഗ്രന്ഥം പോലെയല്ല ഖുർആൻ, ഇത് പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു പോരായ്മകളും ഉണ്ടാവാൻ പാടില്ല. ഇതിലെ എല്ലാ കാര്യങ്ങളും കുറ്റമറ്റ രീതിയിലാവാൻ നമ്മൾ വളരെയേറെ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ റബ്ബായ അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം കുറ്റമറ്റതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതിനെക്കുറിച്ചുള്ള ആത്മപരിശോധന അത്യാവശ്യമാണ്. ഖുർആനിനെ ഏതെല്ലാം രീതിയിലാണ് സമീപിക്കേണ്ടത് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതിൽ ഒന്നാമത്തേത് ഖുർആനിൻ്റെ പാരായണമാണ്. രണ്ടാമതായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലാണ്. മൂന്നാമതായി അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇനി അടുത്തതായിട്ടുണ്ടാവേണ്ടത് ഈ ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളാണ്. അതായത് ഖുർആനിനെ പ്രവർത്തനങ്ങളാക്കി, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ്
ഖുർആൻ ഹിഫ്ള് ചെയ്യുക എന്നുള്ളത്. ഖുർആനിലെ ആയത്തുകളെ മനഃപ്പാഠമാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഇവിടെയൊന്നും നമ്മുടെ ബാധ്യത അവസാനിക്കുന്നില്ല. കാരണം നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതും നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതായത് ഖുർആനിന്റെ പ്രചരണം എന്നുള്ളതും നമ്മുടെ എല്ലാം ബാധ്യതയാണ് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഈ കാര്യങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിൽ ഒന്നാമത്തെ വിഷയമായ ഖുർആൻ പാരായണം ഏറ്റവും ശരിയായ രീതിയിലാണോ നമ്മൾ നിർവഹിക്കാറുള്ളത്? ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ തജ്വീദോടു കൂടി പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുപോലെ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. കാരണം ഈ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടാണ് സംസാരിക്കുന്നത്, നമ്മളോടാണ് കാര്യങ്ങൾ പറയുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ എത്രത്തോളം അനുസരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ എത്രത്തോളം അനുസരിച്ചിട്ടുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നേരിട്ട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഓരോ വാക്കുകളും എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നമ്മൾ മനസ്സിലാക്കും. അതിൽ വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും നമ്മൾ മാറ്റി നിർത്തും. അതുപോലെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും ചെയ്യാൻ വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കും. ഇങ്ങനെ നമ്മുടെ റബ്ബിനെ പൂർണ്ണമായും അനുസരിക്കാൻ നമ്മൾ പരിശ്രമിക്കും. എന്നാൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അതായത് അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള സംസാരമാണ് എന്നുള്ളത് പൂർണ്ണമായി നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മളോട് നമ്മുടെ റബ്ബ് നേരിട്ട് വന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിലും പരമാവധി ശ്രദ്ധിക്കുകയും അത് അതിൻ്റെതായ രൂപത്തിൽ ഉൾക്കൊള്ളുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖുർആൻ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത്രത്തോളം ഖുർആനിനോട് അടുപ്പം പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അൽ മുനസ്സലു അലാ നബിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കിയതാണ്, വെളിപ്പെടുത്തിയതാണ് ഖുർആൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിലും ഒന്നുകൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കിയത്? ഇതിനെക്കുറിച്ചാണ് അടുത്തതായി വിശദമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഖുർആൻ ഒരൊറ്റ ശൈലിയിലാണോ അവതരിച്ചത്? അല്ല. ഖുർആൻ 7 ശൈലികളിലായിട്ടാണ് നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. സ്വഹീഹായ ഹദീസിലൂടെയാണ് ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ജിബ്രീൽ എനിക്ക് ഒരു ശൈലിയിൽ ഖുർആൻ പാരായണം ചെയ്തു തന്നു. പിന്നെ ഞാൻ മറ്റൊരു ശൈലിയിൽ അത് പാരായണം ചെയ്യാൻ അഭ്യർത്ഥിച്ചു. പിന്നീട് പല ശൈലിയിൽ അത് പാരായണം ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ 7 ശൈലികൾ എത്തുന്നതുവരെ അദ്ദേഹം പല രീതിയിലും അത് പാരായണം ചെയ്തു തന്നു.
ഇത് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭ്യർത്ഥന പ്രകാരമാണ് 7 ശൈലികളായിക്കൊണ്ട് ഖുർആനിനെ ഇറക്കി തന്നിട്ടുള്ളത്. വ്യത്യസ്ത ശൈലികളിൽ സ്വഹാബാക്കൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് ഒരു സംഭവവും സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സ്വഹാബിയോട് തർക്കത്തിലേർപ്പെട്ടു. ആ സ്വഹാബിയെ കൊല്ലാനുള്ള ദേഷ്യം വരെ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം ഖുർആൻ പാരായണം ചെയ്തപ്പോൾ, ആ സ്വഹാബി ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഓതിയതാണ്. ഖുർആനിൽ തന്നിഷ്ടപ്രകാരം മാറ്റം വരുത്തി എന്ന ചിന്തയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുമായി തർക്കത്തിലേർപ്പെട്ടത്. ഇവരുടെ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് 2 പേരോടും ആ ആയത്ത് ഓതാൻ ആവശ്യപ്പെട്ടു. അവർ 2 പേരും ആ ആയത്ത് ഓതിക്കൊടുത്തു. വ്യത്യസ്ത രീതിയിലാണ് അവർ ഓതിയിരുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഓതിയത് ശരിയാണ്, അതുപോലെ തന്നെ സ്വഹാബി ഓതിയതും ശരി തന്നെയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യത്യസ്ത രീതികളിൽ ഖുർആൻ പഠിപ്പിക്കപ്പെട്ടെങ്കിലും അവർക്ക് അത് അറിയില്ലായിരുന്നു. അതായത് ഇന്ന അഹ്റുഫിലാണ് ഇന്ന ആളുകൾക്ക് പഠിപ്പിച്ചിരുന്നത്, ഇന്ന അഹ്റുഫിൽ ഇന്ന ആളുകളെ പഠിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ശൈലി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നത് എന്നത് സ്വഹാബാക്കൾക്ക് അറിയില്ലായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും എളുപ്പമാകുന്ന ശൈലിയാണ് അവർക്ക് പഠിപ്പിക്കാനായി നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ വ്യത്യസ്ത ശൈലികളിൽ ഖുർആനിനെ ഇറക്കിത്തരാൻ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഹദീസിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഖുർആൻ 7 അഹ്റുഫുകളിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് അഹ്റുഫ് എന്നതാണ് മനസ്സിലാക്കേണ്ട വിഷയം. 7 അഹ്റുഫ് എന്നതിൻ്റെ അർത്ഥം നിർവചിക്കുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ 40ഓളം അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള നിർവചനം ഹദീസിലൂടെ നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവരുടെ ഗവേഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ട് താനും. എന്നാൽ അവയിൽ ഏറ്റവും പ്രസിദ്ധമായ 2 അഭിപ്രായങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. വ്യത്യസ്തമായ ഭാഷാ ശൈലികൾ എന്താണ് എന്നത് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, നമ്മളെല്ലാം മലയാളികളാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകളും സംസാരിക്കുന്നത് മലയാളമാണ്. പക്ഷേ ഈ ഭാഷയ്ക്ക് തന്നെ വ്യത്യസ്തമായ ശൈലികളുണ്ട്. ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ഈ ശൈലിയിൽ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ചാടുക എന്ന മലയാള പദം
നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അതിനുള്ള അർത്ഥം വ്യത്യസ്തങ്ങളാണെന്ന് മനസ്സിലാക്കാം. കോഴിക്കോട് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ചാടുക എന്ന് പറഞ്ഞാൽ തുള്ളുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്നാൽ തൊട്ടടുത്ത പ്രദേശമായ മലപ്പുറം ഇതേ വാക്ക് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഈ വാക്കിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നു. അവിടെ ചാടുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കളയുക എന്ന അർത്ഥത്തിലാണ്. അതായത് ഭക്ഷണം കളയുക എന്നുള്ളതിന് പകരം അവർ പറയുന്നത് ഭക്ഷണം ചാടുക എന്നാണ്. അപ്പോൾ ഒരേ വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ വന്നു. എല്ലാവർക്കും ഖുർആനിനെ എളുപ്പമാക്കാൻ വേണ്ടിയാണ്, അതായത് വ്യത്യസ്ത ശൈലികൾ സംസാരിച്ചിരുന്ന ആളുകൾക്കിടയിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ശൈലിയിൽ ഖുർആൻ ഇറക്കിക്കൊടുക്കുമ്പോഴാണ് ഓരോരുത്തർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ ഒരൊറ്റ ശൈലിയിൽ ഇറങ്ങിയാൽ അത് മറ്റുള്ള ആളുകൾക്ക്, അതായത് ആ രീതിയിലല്ലാതെ സംസാരിച്ചിരുന്ന ആളുകൾക്ക് ഖുർആൻ പ്രയാസകരമാവും. ഇതാണ് അഹ്റുഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഭാഷാ ശൈലിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥത്തിൽ മാത്രമല്ല വ്യത്യാസമുണ്ടായിരുന്നത്, അവർ വാക്കുകൾ പ്രയോഗിക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് യുഅ്മിനൂന, ഈ വാക്കിനെ യുഅ്മിനൂന എന്നും അതുപോലെ തന്നെ യുഅ്മിനൂന എന്നും ആ നാട്ടിലുള്ള ആളുകൾ ഈ വാക്ക് പ്രയോഗിച്ചിരുന്നു. കാരണം യുഅ്മിനൂന എന്ന് പറയാൻ സാധിക്കാത്ത ആളുകൾ അവർക്കിടയിലുണ്ടായിരുന്നു. അവർ സംസാരിച്ചിരുന്നത്, അവരുടെ ഈ വാക്ക് അവർ ഉപയോഗിച്ചിരുന്നത് യുഅ്മിനൂന, യു എന്നുള്ള ആ ഒരു ശബ്ദത്തിലായിരുന്നു. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അഹ്റുഫിന്റെ അർത്ഥം ഒരേ അർത്ഥമുള്ള വ്യത്യസ്ത പദപ്രയോഗങ്ങളുടെ 7 വശങ്ങളാണ് എന്നാണ്. അതായത് അർത്ഥ വ്യതിയാനം വരാത്ത രീതിയിൽ പദങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള വ്യത്യാസത്തിന്റെ 7 വശങ്ങളാണ് എന്ന്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. അറബി ഭാഷയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്: ഇസ്മ, ഫിഅല്, ഹർഫ്. അതായത് അറബി ഭാഷ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ആ വാക്ക് ഒന്നുകിൽ ഇസ്മ ആയിരിക്കും, അല്ലെങ്കിൽ ഫിഅലായിരിക്കും, അല്ലെങ്കിൽ ഹർഫായിരിക്കും. ഇങ്ങനെ 3 ഭാഗങ്ങൾ മാത്രമാണ് അറബി ഭാഷയ്ക്കുള്ളത്. ഇതിൽ ഇസ്മ, അതായത് നാമം, ഒരു ഇസ്മ തന്നെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ പ്രയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് മുസ്ലിം, ഇതൊരു ഇസ്മാണ്. മുസ്ലിമുൻ എന്നുള്ളത് ഏകവചനമാണ്, അതായത് ഒരൊറ്റ വ്യക്തിയെ സൂചിപ്പിക്കാനാണ് മുസ്ലിമുൻ എന്ന് പറയുന്നത്. ഒരൊറ്റ മുസ്ലിം, ഏകവചനം. മുസ്ലിമാനി എന്നതിൻ്റെ അർത്ഥം 2 മുസ്ലിങ്ങൾ എന്നാണ്, അതായത് ദ്വിവചനം, ഇരട്ട വചനം. മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ 2-ലധികം മുസ്ലിങ്ങൾ എന്നാണ് അർത്ഥം, അതായത് ബഹുവചനം. മുസ്ലിം എന്നതിൻ്റെ ബഹുവചനം. മുസ്ലിം എന്നുള്ളത്, മുസ്ലിമുൻ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണ്,
അതായത് പുരുഷന്മാരായിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കാനാണ് മുസ്ലിമുൻ എന്ന് പ്രയോഗിക്കുന്നത്. എന്നാൽ അവിടെ സ്ത്രീയാണെങ്കിൽ മുസ്ലിമത്തുൻ, അവിടെ അവസാനത്തിൽ ഒരു ത ഉണ്ടാവും. ഈ തന് പറയുന്നത് ത മർബൂത്ത എന്നാണ്. സാധാരണ അറബി അക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് അലിഫ്, ഹംസ, ബ, ത ഇങ്ങനെ അവിടെ വരുന്ന ത എന്ന അക്ഷരമല്ല, മറിച്ച് സ്ത്രീലിംഗത്തെ കുറിക്കാനുള്ള ത മർബൂത്ത, അതാണ് മുസ്ലിമത്തുൻ എന്നുള്ളതിന്റെ അവസാനത്തിൽ വരുന്നത്. ഇങ്ങനെ ഈ ഒരു തനെ ഉപയോഗിക്കുമ്പോൾ അത് സ്ത്രീലിംഗമായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു പദം തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഏകവചനം, ഇരട്ടവചനം, അതായത് ദ്വിവചനം, ബഹുവചനം, പുല്ലിംഗം, സ്ത്രീലിംഗം എന്നിവയിൽ നിന്നുള്ള നാമങ്ങളുടെ വ്യത്യാസമാണ് ഒന്നാമത്തെ അഹ്റുഫ്. അതായത് രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം 7 അഹ്റുഫുകൾ എന്നതിൽ ഒന്നാമത്തെ അഹ്റുഫ് ഇപ്രകാരമാണ്. എന്നാൽ ഖുർആനിലെ എല്ലാ ഭാഗങ്ങളും ഇതേ രീതിയിൽ, ഇതേ വ്യത്യാസത്തിൽ നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ചില പ്രത്യേക പദങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് പാരായണം ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരിക്കലും ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം വ്യത്യാസത്തോടു കൂടി നമുക്ക് പാരായണം ചെയ്യണമെങ്കിൽ ഓരോ അഹ്റുഫിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം, പഠിച്ചിരിക്കുക തന്നെ വേണം. നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ ഓതിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പഠിച്ച ശേഷം മാത്രമേ ആ രീതിയിലെ പാരായണത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ, ഇൻഷാ അല്ലാഹ്. ഉദാഹരണത്തിന് സൂറത്തുൽ മുഅ്മിനൂനിലെ 8-ാമത്തെ ആയത്തിലെ ലി അമാനതിഹിം എന്ന ഭാഗം ലി അമാനതിഹിം എന്നും പാരായണമുണ്ട്. 7 അഹ്റുഫുകൾ എന്നതിലെ രണ്ടാമത്തേത്. ഭൂതകാലം, വർത്തമാനം, ആജ്ഞ എന്നിവയിൽ നിന്നുള്ള ക്രിയകളുടെ വ്യത്യസ്ത സംയോജനം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അറബി ഭാഷയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളതെന്ന്. അതിൽ ഒന്ന് ഇസ്മാണ്, അതിനെക്കുറിച്ചാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അടുത്തതായി ഫിഅലിൽ വരുന്ന മാറ്റമാണ്, അതായത് ക്രിയകളിൽ, അതായത് പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റമാണ്. ഉദാഹരണമായി മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള ഭാഷയിൽ ഭൂതകാലം, വർത്തമാനം, ഭാവി ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഒരു പ്രവർത്തനം അത് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭൂതകാലമാണ്. ഉദാഹരണത്തിന് എഴുതുക എന്നുള്ള പ്രവർത്തനം, അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭൂതകാലമാണ്. എഴുതി എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലമാണ്. ഇനി വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എഴുതുന്നു, അതായത് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് വർത്തമാനം. പിന്നെ മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുതും എന്ന് പറയും, അതായത് ഭാവിയിൽ ചെയ്യാനുള്ള കാര്യം. എന്നാൽ അറബി ഭാഷയിൽ ഭൂതകാലം, വർത്തമാനം, ആജ്ഞ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ളതോ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന കാര്യം,
ആ ഒരു പ്രവർത്തനത്തെ ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കുന്ന രൂപത്തിലായിരിക്കും. ഇതിനെയാണ് അറബിയിൽ മാദി, മുളാരി, അംർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്രിയകളുടെ വ്യത്യസ്ത രീതിയിലുള്ള സംയോജനം, ഇതാണ് രണ്ടാമത്തെ അഹ്റുഫ്. സൂറത്തു സബയിലെ 19-ാമത്തെ ആയത്തിൽ റബ്ബന ബഅഇദ്, ഇവിടെ ബഅഇദ് എന്നതിന് പകരമായി ബഅദ എന്നും പാരായണമുണ്ട്. ഇവിടെയൊന്നും തന്നെ അർത്ഥ വ്യതിയാനത്തിലൂടെ ആശയത്തിൽ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾ സ്വയം പരിശോധിക്കുക ഇൻഷാ അല്ലാഹ്. 7 അഹ്റുഫുകൾ എന്നതിൽ മൂന്നാമത്തേത് വിവിധ വ്യാകരണ നിലകളിലെ വ്യത്യാസം. നമ്മൾ നേരത്തെ പറഞ്ഞ അറബി ഭാഷയുടെ ഒരു ഭാഗമായ ഇസ്മിൽ തന്നെ വരുന്ന ഒരു വ്യത്യാസമാണിത്. അതായത് ഇസ്മ് അഥവാ നാമം, ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏതൊരു ഇസ്മിന്റെയും അവസാനത്തിൽ വരുന്ന ശബ്ദത്തിന് അറബി ഭാഷയിൽ വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഒരു ഇസ്മിന്റെ എൻഡിങ് സൗണ്ട്, ആ അവസാനം വരുന്ന ശബ്ദം ഒന്നുകിൽ ഫത്ഹ അല്ലെങ്കിൽ കെസ്റ അല്ലെങ്കിൽ ളമ്മ. അതായത് ഫത്ഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്ഷരങ്ങൾക്ക് മുകളിലിടുന്ന ആ ഒരു കുഞ്ഞുവര. കെസ്റ എന്ന് പറഞ്ഞാൽ അതേ കുഞ്ഞുവര അക്ഷരങ്ങൾക്ക് താഴെയാണ് ഇടുന്നതെങ്കിൽ അതിനെ കെസ്റ എന്ന് പറയും. ളമ്മ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾക്ക് മുകളിലിടുന്ന കൊളുത്തുപോലെയുള്ള ചിഹ്നമാണ്. അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ നൽകുന്നതിന് മൻസൂബ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് കിതാബൻ അല്ലെങ്കിൽ അൽ കിതാബ. കെസ്റ നൽകുന്നതിന് മജ്റൂർ എന്ന് പറയുന്നു. കിതാബിൻ അല്ലെങ്കിൽ അൽ കിതാബി. ളമ്മ നൽകുന്നതിന് മർഫൂ എന്ന് പറയും. കിതാബുൻ അല്ലെങ്കിൽ അൽ കിതാബു. ഇങ്ങനെ വരുന്ന അവസാനത്തെ അക്ഷരത്തിന് വരുന്ന ശബ്ദം, എൻഡിങ് സൗണ്ട്, ഈ ശബ്ദത്തിൽ വരുന്ന വ്യത്യാസം. ഉദാഹരണത്തിന് സൂറത്തുൽ ബുറൂജിലെ 15-ാമത്തെ ആയത്തിൽ ദുൽ അർശിൽ മജീദു, അതിനു പകരം അവിടെ മജീദി എന്നും പാരായണമുണ്ട്. 7 അഹ്റുഫുകൾ എന്നുള്ളതിൽ നാലാമത്തേത് വർധനവും കുറവും വഴിയുള്ള വ്യത്യാസം. അതായത് ഉദാഹരണത്തിന് സന്തോഷം, ഈ ഒരു വാക്കിനെ തന്നെ വർധനവോടുകൂടി നമ്മൾ അതിയായ സന്തോഷം എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ വരുന്ന വ്യത്യാസമാണ് ഇവിടെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് സൂറത്ത് യൂസുഫിലെ 19-ാമത്തെ ആയത്തിൽ ബുഷ്റ എന്ന വാക്കുണ്ട്. ഈ വാക്കിന് പകരമായി ബുഷ്റായ എന്നും പാരായണമുണ്ട്. 7 അഹ്റുഫുകൾ എന്നുള്ളതിൽ 5-ാമത്തേത് ആദ്യം വരുന്നതും പിന്നീടുള്ളതുമായ വ്യത്യാസങ്ങൾ. അതായത് ആദ്യം പറഞ്ഞ കാര്യത്തെ രണ്ടാമതായിട്ടും രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യത്തെ ആദ്യത്തേതായിട്ടും വ്യത്യാസപ്പെടുത്തിക്കൊണ്ടുള്ള പാരായണം. ഉദാഹരണത്തിന് സൂറത്തു തൗബ 111-ാമത്തെ ആയത്തിൽ ഫയഖ്തുലൂന വയുഖ്തലൂൻ, ഇവിടെ
ഫയുഖ്തലൂന വയഖ്തുലൂൻ എന്നും പാരായണമുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഫയഖ്തുലൂന എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്. അതിനെ രണ്ടാമത്തെ വാക്കാക്കിയും വയുഖ്തലൂന യുഖ്തലൂന എന്ന വാക്കിനെ ഒന്നാമതാക്കിയും ഇങ്ങനെ വരുത്തിയ മാറ്റം. ഇതാണ് അഞ്ചാമത്തെ അഹ്റുഫ്. 7 അഹ്റുഫ് എന്നുള്ളതിൽ ആറാമത്തേത് ഒന്നിനെ മറ്റൊന്നായി മാറ്റുകയും പകരം വയ്ക്കുന്ന കാരണത്താൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. അതായത് ഒരു അക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി മാറ്റുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കാരണത്താൽ അവിടെ ആശയത്തിൽ യാതൊരു വ്യത്യാസങ്ങളും സംഭവിക്കുന്നുമില്ല. ഉദാഹരണത്തിന് സൂറത്തു തക്വീർ ബിദ്ദീൻ, അവിടെ ദ്വാദാണ്. അതിന് പകരമായിട്ട് വ എന്ന അക്ഷരത്തെ കൊണ്ടുവന്നുകൊണ്ടുള്ള പാരായണവും ഉണ്ട്. 7 അഹ്റുഫുകൾ എന്നുള്ളതിൽ ഏഴാമത്തേത് ഉച്ചാരണ ശൈലിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഉദാഹരണത്തിന് മൂസ, ഇവിടെ സ എന്ന ശബ്ദത്തിന് പകരം സേ എന്ന് ഉച്ചരിക്കുന്ന പാരായണവുമുണ്ട്. മൂസേ എന്നുള്ള ഉച്ചാരണ വ്യത്യാസവും ഖിറാഅത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 7 അഹ്റുഫുകളുടെ അർത്ഥം വിശദീകരിക്കുമ്പോൾ പറഞ്ഞതിൽ ഏറ്റവും സാധ്യതയുള്ള 2 അഭിപ്രായങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തവാത്തുർ, അതായത് ഖുർആൻ നമ്മളിലേക്കെത്തിയ വഴികളെക്കുറിച്ചും മുസ്ഹഫിന്റെ ക്രോഡീകരണത്തെക്കുറിച്ചും വിശദമായി പഠിക്കാനുണ്ട്. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.